അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിഷയം എന്താണെന്ന് നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ പൂർണ്ണമായി കാണണം. അതുകൊണ്ട് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളർന്നു വരുന്ന പുതു തലമുറയിലെ കുട്ടികളോടാണ്, പിഞ്ചു കുഞ്ഞുങ്ങളോടാണ് എനിക്ക് ചിലത് പറയാനുള്ളത്. കുട്ടികളെ നിങ്ങൾ പഠിക്കുക, പഠിച്ച് വളരുക. ഈ ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉയർന്നേക്കാം കുട്ടികളിൽ നിന്നും. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു മഹാദുരന്തം, ഈ ദുരന്തമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. അപ്പോൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു മഹാദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും 10 ക്ലാസ് പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ PGയോ വരെ പഠിച്ചാൽ പോരാ. നിങ്ങൾ പഠിച്ചേ പറ്റൂ, ഉന്നത വിദ്യാഭ്യാസം നേടിയേ പറ്റൂ. നിങ്ങൾ സിവിൽ സർവീസ് മേഖലയിലേക്കെങ്കിലും കടന്നില്ലെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ ഒരു ജോലി കിട്ടണമെങ്കിൽ, തരക്കേടില്ലാത്ത കൊള്ളാവുന്ന ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ശരാശരി വിദ്യാഭ്യാസം ഒരു +2 ആയാലും മതി, ഡിഗ്രി ആയാലും മതി, PG ആയാലും മതി. ഡിഗ്രിയും PGയും ഒക്കെ ആണെങ്കിൽ ഒരുവിധം കൊള്ളാവുന്ന ജോലിയിൽ നമുക്ക് പ്രവേശിക്കാം. പക്ഷേ ആ സമയത്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു മഹാദുരന്തമുണ്ട്. നിങ്ങൾ പഠിച്ച് വളർന്ന് ഒരു IAS-കാരനോ IPS-കാരനോ IRS-കാരനോ IES-കാരനോ IFS-കാരനോ ഒക്കെ ആയാൽ നിങ്ങൾക്ക് മരണം വരെ പുറത്തിറങ്ങി നടക്കാം. അത് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ലൈസൻസും കൂടിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു ഭീകരമായ വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊരു IAS-കാരനോ IPS-കാരനോ IFS-കാരനോ IRS-കാരനോ ഒക്കെ ആയാൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മുൻപിലും പിൻപിലും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നോട്ട് ചെയ്തു വെക്കുന്ന ചുവപ്പ് കളറിലുള്ള ഒരു ബോർഡ് ഉണ്ടാവും. ഡിസ്ട്രിക്ട് കളക്ടർ എന്നോ, അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്നോ, ജില്ലാ ജഡ്ജ് എന്നോ, അങ്ങനെയൊക്കെയുള്ള സൂചന നൽകുന്ന ബോർഡ് ഉണ്ടാവും. അതുകൊണ്ട് സ്വതന്ത്രമായി റോഡിലൂടെ നടക്കാം. നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ, നിങ്ങൾ ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട ജോലികൾ ചെയ്തുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇവിടെ തൊഴിലില്ലായ്മ കൊടികുത്തി വാഴുകയാണ്. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവരുടെ എണ്ണം കൂടിയാൽ, വിദ്യാഭ്യാസമില്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പോലും ഇന്ന് ഇല്ലാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ മുൻപിലും പിൻപിലും ജഡ്ജെന്നോ മജിസ്ട്രേറ്റ് എന്നോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ എന്നോ ഒക്കെയുള്ള ബോർഡ് ഉണ്ടെങ്കിൽ ഒരു പോലീസിനെയും പേടിക്കാതെ നിങ്ങൾക്ക് വഴിയിലൂടെ നടക്കാം. ഇല്ല എങ്കിൽ സൈക്കിളിനാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും ചുരുങ്ങിയ പക്ഷം 500 രൂപയെങ്കിലും പോലീസ് പിടിച്ച് ചാർജ് ചെയ്യും. അത് മെട്രോ തൂണിന്റെ പിറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് KCBയുടെ ട്രാൻസ്ഫോർമറിന് പിന്നിൽ പതിയിരുന്നുകൊണ്ട് സിവിൽ ഡ്രസ്സിലുള്ള പോലീസുകാർ ക്യാമറ വെച്ച് നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോയിൽ കാണുന്ന വാഹനത്തിന്റെ RC ഓണറെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾക്കുള്ള പിഴ പോസ്റ്റർ വഴി നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന തുകയേക്കാൾ ഭീമമായ തുകയായിരിക്കും അങ്ങനെ കിട്ടുക. ഞാനിത് പറയാനും ഒരു കാരണമുണ്ട്. എന്റെ നാട്ടുകാരനായ ഒരു വ്യക്തിക്ക് ഈ അടുത്ത കാലത്ത് പോലീസ് ഫൈൻ കൊടുത്തതാണ്. ഒരു ബൈക്കിനടിച്ച ഫൈനാണ് 45,000 രൂപ. പറഞ്ഞാൽ വിശ്വസിക്കില്ല. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ സമീപിച്ചാൽ, ആരെയാണ് ഈ 45,000 രൂപ? ആ ബൈക്ക് വിറ്റാൽ കിട്ടില്ല ഈ 45,000 രൂപ. അപ്പൊ എങ്ങനെയായാലും പിടിച്ചു പറിച്ചിട്ടായാലും ശരി പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടിപ്രായമാണ്. ഞാൻ കുട്ടികളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കുട്ടിപ്രായമാണ്. മറ്റൊന്നിലേക്കും പോകാതെ നിങ്ങൾ പഠിച്ചു വളരുക, ഉന്നതങ്ങളിലെത്തുക. ചുരുങ്ങിയ പക്ഷം ഒരു ജില്ലാ കളക്ടറെങ്കിലും ആയാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാം. ഇല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ചോദിച്ചേക്കാം, ചേട്ടാ ഒരു ഡിഗ്രി പോരെ, ഒരു +2 പോരെ, ഏറിയാൽ ഒരു PG എങ്കിലും പോരെ, തരക്കേടില്ലാത്ത ഒരു സർക്കാർ ജോലി കിട്ടുമല്ലോ? കിട്ടില്ല മക്കളെ, കിട്ടില്ല. അതിനെല്ലാം ഇവിടെ പിൻവാതിൽ നിയമനം എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇത്തരം ജോലിയിലേക്കൊക്കെ അവർ പ്രവേശിക്കും. അപ്പോൾ അവിടെ അവശേഷിക്കുന്നത് കുറച്ച് തലയിൽ എന്തെങ്കിലും ആൾതാമസം ഉള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യാവുന്ന കുറച്ച് ജോലികളുണ്ട്. അത് സിവിൽ സർവീസ് മേഖലയാണ്. അതുകൊണ്ട് നിങ്ങൾ IAS ആവുക, IFS IPS നിങ്ങൾക്ക് മാന്യമായി ജീവിച്ചു പോകാം, പിഴ കൂടാതെ ജീവിക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പ്രചോദിപ്പിക്കുന്നത്. നിങ്ങൾ പഠിച്ചു വളരുക. എന്തിനാണ് പഠിച്ചു വളരുന്നത്? റോഡിലൂടെ സ്വതന്ത്രമായി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം കുട്ടികളെ നിങ്ങൾ കാര്യമായിട്ട് കണക്കിലെടുക്കുക. റോഡിലൂടെ നിങ്ങൾക്ക് സ്വതന്ത്രമായി നടക്കാൻ, ആരെയും പേടിക്കാതെ നടക്കാൻ. ഈ യോഗ്യതയൊന്നും ഇല്ലാത്തവർ ഇന്ന് ബൈക്കിൽ കയറി പോകുന്നത് ഓരോ മുക്കും മൂലയും മരിച്ചു പെറുക്കി നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഹെൽമെറ്റ് വെക്കാതിരുന്നിട്ടല്ലേ പഴയടയ്ക്കുന്നത്? ഹെൽമെറ്റ് വെച്ചാലും കൈ കാണിക്കും, ചില്ലെങ്കിൽ കൈ കാണിക്കും എന്നുള്ളത് ഉറപ്പ്. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ മറ്റ് വിഷയത്തിൽ കയറി പിടിക്കും. എടാ, ഇതിന്റെ വീലയിൽ ചെളിയിരിപ്പുണ്ടല്ലോ, നമ്പർ പ്ലേറ്റിന്റെ ഒരു ഭാഗം അല്പം വെയിൽ കൊണ്ട് മങ്ങിയിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് 7,000, 10,000, 5,000 ഒക്കെ ചാർജ് ചെയ്യുകയാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികളെ, നിങ്ങൾക്ക് മാന്യമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടിയേ പറ്റൂ. അപ്പോൾ ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയുന്നു. വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ ഒരു വലിയ സലാം.